മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഈശാനമൂലൻ അടിച്ചിടുമ്പോൾ ആശാവിഹീനൻ ഞാനായിടുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് ഇമ്പമാം ശബ്ദം പിൻപിൽ കേട്ടിടും, ഇമ്പമാം ശബ്ദം പിൻപിൽ കേട്ടിടും. തന്നീടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേരാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷമായി അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഹെരോദ രാജാവ് സഭയെ പീഡിപ്പിക്കാനായി ശ്രമിച്ചു. അത് യഹൂദന്മാരുടെ പ്രീതിക്ക് വേണ്ടി ആയിരുന്നു. യാക്കോബിനെ പിടിച്ചപ്പോഴേ തലവെട്ടിക്കൊന്നു. പത്രോസിനെ പെരുന്നാൾ കഴിഞ്ഞിട്ട്, അതായത് പെസഹ പെരുന്നാൾ കഴിഞ്ഞിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി അദ്ദേഹം തടവിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഭീകരന്മാരായ ആളുകളെ സൂക്ഷിക്കുന്ന, അതായത് 4 കവാടങ്ങളുള്ള 4 ചേവകരൊക്കെയുള്ള വളരെ സുരക്ഷിതമായ വലിയ തടവാണ്. പക്ഷേ ഇവിടെ ഈ 12-ാം അധ്യായത്തിൽ വ്യത്യസ്തങ്ങളായ ചില ശക്തികളെയാണ് ദൈവം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് സാത്താൻ്റെ ശക്തിയാണ്. പിശാചിന് സർവശക്തിയില്ല എന്നേ ഉള്ളൂ, ശക്തിയുണ്ട്. നമുക്കറിയാമല്ലോ, മോശ ഇട്ട വടി കൊണ്ട് പാമ്പുണ്ടായി, മന്ത്രവാദികളിട്ട വടി കൊണ്ട് പാമ്പുണ്ടായി. മോശ വെള്ളത്തെ രക്തമാക്കി, മന്ത്രവാദികളും അത് ചെയ്തു. അപ്പോൾ മോശ ചെയ്ത പല കാര്യങ്ങളും, അല്ലെങ്കിൽ ദൈവം മോശയെക്കൊണ്ട് ചെയ്യിച്ച പല കാര്യങ്ങളും സാത്താൻ മന്ത്രവാദികളെ കൊണ്ട് ചെയ്യിച്ചു. അപ്പോൾ കുറച്ചൊക്കെ ശക്തി സാത്താനുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇവിടെ സാത്താനാണ് ഈ ഭരണാധികാരിയെ സ്വാധീനിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ സർവശക്തി നമുക്ക് പിന്നീട് കാണാനായി കഴിയും. അതുകൊണ്ട് സാത്താനെ ഭയപ്പെടേണ്ടതായിട്ടില്ല.
സർവശക്തനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് മരണം അനുവദിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ആ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും യാക്കോബ് ദൈവസന്നിധിയിൽ മഹാപ്രതിഫലമുള്ള ആൾ തന്നെ ആയിരിക്കും. നാം എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശക്തി സാത്താൻ്റെ ശക്തിയാണ്. രണ്ടാമത്തെ ശക്തി പ്രാർത്ഥനയുടെ ശക്തിയാണ്. പിറ്റേന്ന് ജനത്തിനു മുമ്പിൽ നിർത്തിയിട്ട് തലവെട്ടി കൊല്ലുവാനാണ് ഹെരോദാവ് പ്ലാൻ ചെയ്തത്. ആ തലേ രാത്രിയിൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. അന്ന് ഒരു വീട്ടിലാണ് അവർ സഭ കൂടിയിരുന്നത്. ആ വീട്ടിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ശക്തി, ദൈവാശ്രയത്തിൻ്റെ ശക്തി വളരെ വലിയതാണ്. ഭൂമിയിൽ രണ്ടുപേരായി ഐകമത്യപ്പെട്ട് യാചിക്കുന്ന ഏത് കാര്യവും പിതാവ് ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു സഭ ഒരു കാര്യം മാത്രം അവർ ശ്രദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പത്രോസിനെ അവർക്ക് വിട്ടുതരണം. പത്രോസിൻ്റെ സേവനം സഭയ്ക്ക് ആവശ്യമാണ്, ലോകത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ആ ദൈവദാസനെ മരണത്തിന് ഏൽപ്പിക്കരുത്, പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് തൻ്റെ ദാസന്മാരുടെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അവരുടെ സേവനങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് ദൈവത്തോട് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അസാധ്യമായ കാര്യങ്ങളെ സാധിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നത് അത് ദൈവത്തിന് ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥനയുടെ പ്രസക്തി എന്താണ്? യാക്കോബിനെ കൊന്നില്ലേ, പത്രോസിനെ പിടിച്ചുപോയില്ലേ, ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം എന്ന് വേണമെങ്കിൽ അവിശ്വാസികൾക്ക് ചിന്തിക്കാം. ഇനിയും പ്രാർത്ഥനയ്ക്ക്, ദൈവാശ്രയത്തിന് സാധ്യതയുണ്ട്. ഇവിടെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കേട്ട ദൈവം തൻ്റെ ദൂതനെ കാരാഗൃഹത്തിലേക്ക് അയക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ശക്തി ദൈവദൂതന്മാരുടെ ശക്തിയാണ്. 91 സങ്കീർത്തനത്തിലുണ്ട്, നിൻ്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. പല വിശ്വാസികൾക്കും ഇത് വേണ്ടത്ര അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവർ, യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾ വിലയേറിയവരാണ്. അവരെ കാക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരെ ആക്കിയിട്ടുണ്ട് എന്ന് തിരുവെഴുത്ത് പറയുന്നു. അത് തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും അത് ശരിയാണ്. അതാണ് ഈ പുതിയ നിയമകാലത്ത് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ കാരാഗൃഹവാതിൽ തുറക്കാതെ ആത്മശരീരിയായ ഒരു ദൂതൻ അവിടെ ചെല്ലുകയാണ്. നാലാമത്തെ ശക്തി വിശ്വാസത്തിൻ്റെ ശക്തിയാണ്. ഒന്നാമത്തേത് പിശാചിൻ്റെ ശക്തി, രണ്ടാമത്തേത് പ്രാർത്ഥനയുടെ ശക്തി, മൂന്നാമത്തേത് ദൈവദൂതന്മാരുടെ ശക്തി, നാലാമത്തേത് വിശ്വാസത്തിൻ്റെ ശക്തി. വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ പത്രോസ് അവിടെ കിടന്നുറങ്ങായിരുന്നു. ഈ പടയാളികൾ ശബ്ദം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ചീത്ത പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പത്രോസ് സുഖമായിട്ട് കാലിലും കൈക്കും ഒക്കെ ചങ്ങലയുണ്ടെങ്കിലും ഉറങ്ങുകയാണ്. ഈ ഉറക്കമെന്ന് പറയുന്നത് സമാധാനത്തെയാണ് കാണിക്കുന്നത്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും എന്നൊരു വാക്യമുണ്ട്. എന്തുകൊണ്ടാണ് പത്രോസിന് ഇത്ര സമചിത്തത, ഇത്ര ധൈര്യം, ഇത്ര പ്രത്യാശ? യേശു പത്രോസിനോട് ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ വെച്ച് യേശു ഉയർത്ത ശേഷം
പറഞ്ഞിട്ടുണ്ട്, നീ വയസ്സനായ ശേഷം നിന്നെ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്നെ കൊല്ലും. മരണം കൊണ്ട് പത്രോസ് കർത്താവിനെ മഹത്വപ്പെടുത്തും. അത് വയസ്സായ ശേഷമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവകിരീടം തൻ കയ്യിലുള്ളോ, ജീവപുസ്തകം തുറന്നിടുമേ. ജീവിതശുദ്ധി പാലിച്ചവൻ തൻ ചാരത്തണഞ്ഞു മോദിച്ചിടുമേ. ചാരത്തണഞ്ഞു മോദിച്ചിടുമേ. തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ